എൻ്റെ അമ്മച്ചിയൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചത്ത് കിടന്ന പാർട്ടീസാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫുഡിൻ്റെ ഒക്കെ കേസിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഉടനെ പെട്ടെന്ന് ആ വസ്തുവിലോട്ട് ഇഷ്ടമില്ലാണ്ടാവും. നമ്മൾ പറയും, ഓ എനിക്ക് വിശപ്പില്ല, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, എൻ്റെ പല്ല് പുളിക്കും എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ത്യജിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യ സ്ത്രീയാണ് എൻ്റെ അമ്മച്ചി. പക്ഷെ ഞാൻ പറയും, ആർക്ക് പോയി? അമ്മച്ചിക്ക് പോയി. മനസ്സിലായില്ലേ? ഇതൊക്കെ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ അമ്മയുടെ ഈ ഒരു രീതിയൊക്കെ കണ്ട് ആ ഒരു കണ്ടീഷനിലേക്ക് വളർന്ന കാരണം ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പി മനുഷ്യന്റെ അടപ്പളകുന്നതല്ലാതെ ഒറ്റ മനുഷ്യൻ നമുക്കൊരു കെയറും തരുന്നില്ല. ഐ എം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അപ്പത്തേക്ക് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. അല്ലെ തന്നെ ഞാനിപ്പോൾ മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ്. കാരണം ഇളയത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നല്ല ചൂട് ചോറും കറിയും അല്ല മുട്ട പൊരിച്ചതും ഒക്കെ എടുത്ത് വെച്ചങ്ങോട്ട് കഴിക്കാനായിട്ട് കൈയിടുന്ന സമയത്ത് ഒരാൾ പോട്ടി പോയി നിന്നിട്ട് വിളിക്കും, അമ്മേ കഴിഞ്ഞു. ഇതുപോലെ ഒരു ദുരന്തം പിടിച്ചൊരവസ്ഥ അതിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ അതങ്ങോട്ട് മാറി കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ തീരുമാനം എടുത്തു, അതായത് നമ്മുടെ വയറിന്റെ കാര്യം നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ആദ്യം കഴിക്കും. അതിപ്പോൾ പിള്ളേർ വിശന്നിരിക്കുകയാണോ അല്ലയോ അതൊന്നും ഞാൻ നോക്കത്തില്ല. പിന്നെ എന്താ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. ഇപ്പൊ ലാസ്റ്റ് പീസ് ഓഫ് കേക്കാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പോലും അതിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്ത് എനിക്കും കൂടെ ഉള്ള ഷെയർ എടുത്തിട്ട് ഞാൻ ഈ പിള്ളേർക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ മറ്റേന്താ, നമ്മൾ സെർവൻ്റ് ഒന്നും അല്ല ഇവിടുത്തെ. അതുപോലെ തന്നെ എനിക്ക് മുട്ടദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബാക്കിയുള്ളവർക്ക് മുട്ടദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മുട്ടദോശ ചൂടോടെ കഴിക്കണം. അപ്പൊ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പൊ എന്താണ്, ഞാൻ ആദ്യം തന്നെ മുട്ടദോശ ഉണ്ടാക്കി സമാധാനമായിട്ടിരുന്ന് കഴിക്കും, എന്നിട്ട് പിന്നെ കൊടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർക്ക് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ കുതി. അതുകൊണ്ട് ആ പരിപാടി ഇല്ല. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മീൽ പ്രിപ്പിന്റെ ആളാണല്ലോ ഞാൻ. ഈ ഇടയ്ക്ക് ഞാൻ കുറേ അധികം ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ച്, എന്താണ് ചോറും പയറും അത്രേ ഉള്ളൂ. എന്നിട്ട് എനിക്കത് മടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനിവിടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ചോറും ചിക്കൻ കറിയൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു കട, നാട്ടുരുചിയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അവിടെ പോയി നല്ല അടിപൊളി ഒരു ഊണ് ഒരു ദിവസം പോയി കഴിച്ചു. അതുപോലെ ഐസ്ക്രീം, ഫലൂഡ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കാറുണ്ട്. പിള്ളേർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോകാറില്ല. കാരണം നമ്മളെ കെയർ ചെയ്യണ്ടേ. പിന്നെ മക്കളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കഴിക്കാതിരിക്കണം. അതാണ് ഇന്നത്തെ ബ്ലാ ബ്ലാ.